നവംബർ 14 റിലീസാകുന്ന കാന്ത എന്ന ദുൽഖർ സൽമാൻ പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. സംഭവം ഇറുക്കായില്ല. തമിഴ് സിനിമയാണേ, ഡബ് ചെയ്യുന്നുണ്ട് പല ഭാഷയിലേക്കും. എന്താ അവസ്ഥ എന്ന് കണ്ടു നോക്കാം. ഒരു കഥ എപ്പോൾ சொல்லணும்னு அந்த கதை தான்டா முடிவு பண்ணும். மாடர்ன் ஸ்டுடியோஸ் ஒன்று வச்சு படம் സമുദ്രക്കനിയാണ്. ஒத்துக்க வச்சுட்டேன். நீ யாருன்றது அந்த உலகம் பார்க்க போகுது. இந்த நியூஸ் பிட், அதுக்கு அடுத்து வந்த ஃபோன் கால், எவ்ரிதிங் சேஞ்ச். யாரு? உங்க சிஷ்ய புள்ள, நடிப்பு சக்கரவர்த்தி ദുൽഖർ கே மகாதேவன். நான் எடுக்கிற அந்த படத்தை நீங்க ஒரு ஓரமா இருந்து பாருங்க. സെറ്റൊക്കെ കൊള്ളാം കേട്ടോ. இந்த சினிமா தர பணம், பேர், புகழ் ஒன்ன கெடுக்குது. இந்த படம் ஏன் கிளைமேக்ஸ் நான் சொன்னபடிதான் ரிலீஸ் ஆகும். கட்டி வைத்த வேலையை காத்திருக்கட்டும் என்று உன்னோட ஒருபாடு ബ്ലാക്ക് ആൻഡ് വൈറ്റ്. எனக்கு ஒரு சந்தேகம். இங்க எது அழகென்று புரியவில்லை. அந்த நிலவா இல்லை உன் முகமா? பேசா மொழியே, துயரத்தின் போது மட்டும்தான் கண்ணீர் வரும் என யார் சொன்னது? നല്ല പാട്ട്. இது ஆனந்தத்தின் ஊற்று. ரொம்ப நல்லா நடிச்சீங்க. ஆரும் அமுதே, ஆசை റൊമാൻസ് ഉണ്ട് കേട്ടോ. எப்பாடுபட்டாலும் உன் கவனத்தை செதற விடாம நான் ஆசைப்பட்ட மாதிரி இந்த படத்தில் நடிச்சு கொடு. ഇദ്ദേഹം പടത്തിന്റെ ഡയറക്ടറാണെന്ന് തോന്നുന്നു. അതെ, തോന്നുന്നല്ല. புரியாத முட்டாள் போல் தூங்கிவிட்டேன். நீர் ஒரு முட்டாள்தான். തനി പഴയ പടം. நடக்கிறது எல்லாம் நாடகம். ஐயா, இது உங்க படம். நான் நீங்க சொல்றதை தான் கேட்பேன். ஆக்ஷன். இனிமேல் இது உங்க சினிமா செட் இல்ல, என் போலீஸ் ஸ்டேஷன். റാണ. உன் சாவு என் கையில். இவன் நிஜமாவே பெரிய நடிகரா? என்ன விளையாடுறீங்க? அவரை பார்த்தா விளையாடுற மாதிரி தெரியல. இந்த படம் இன்னைக்கு முடியணும்னா இவர் கிளம்பணும் இப்போ. அண்ணனா யாரா? உன்னை அழிக்கிறதுக்காக 5 நிமிஷம் போதும். ஊதித்தல்ல, நான் ஒன்றும் மண்ணில்ல, மலை. അണ്ണാമലൈ അതുപോലെ பொறுமையா இருக்க முடியாதா? என்னடா அங்கிள், சில உண்மைகள் இருக்கிறதா இருக்கணும்ல. ദുൽഖറിന്റെ അഴിഞ്ഞാട്ടം. கொண்டு விடு, என்னை கொண்டு விடு, என்னை கொண்டு விடு, என்னை கொண்டு விடு. കാന്ത സംഭവം നീ ഉണ്ടോ? கேமரா கிட்ட வை. என் முகத்துக்கிட்ட கேமரா க்ளோஸ். റിലീസിംഗ് ഓൺ നവംബർ 14 കാന്ത. സംവിധാനം സെൽവമണി സെൽവരാജ്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്കൊന്ന് എന്തോ ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട്. വീരപ്പൻ്റെ ഡോക്യുമെൻ്ററി എടുത്ത ആളാണെന്നാണ് കേട്ടത്. സംഭവം കൊള്ളാം. ഇതിനകത്തൊന്നും സിനിമയെക്കുറിച്ച് പറഞ്ഞ മുമ്പേ, സിനിമ ഒരു പക്ഷേ ഇത് ക്ലാസ്സാണോ മാസാണോ നമുക്ക് വരുമ്പോൾ അറിയാം, കണ്ടിട്ട് ഇതെല്ലാം മിക്സ് ആകും. പക്ഷേ ദുൽഖറിൻ്റെ പെർഫോമൻസ് ഈ സിനിമ കൊണ്ട്, ദുൽഖറും സമുദ്രക്കനി ഇതവരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പഴയ ഈ റെട്രോ സെറ്റപ്പ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ദുൽഖറിന് ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയാണ്. നമ്മൾ നേരത്തെ കണ്ട ഈ ചില പടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പഴയ ഈ മഹാനദി കഥക്ക് തന്നെ പഴയ സംഭവം ചെയ്യുമ്പോഴേ നല്ല പുള്ളി ചേരുന്നുണ്ട്. ഇപ്പോൾ എടുത്തു പറയേണ്ടത് ദുൽഖറിൻ്റെ ഡയലോഗ് ഡെലിവറിയാണ്. അതിപ്പോൾ കണ്ടില്ലേ, പഴയ പടത്തിലേക്ക് വരുമ്പോഴത്തേന് ഡയലോഗ് ഡെലിവറിയുടെ സ്റ്റോൺ മാറി. അത് ശരിക്കും ഒരു തമിഴ് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കണ്ടില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രെയിം ഇങ്ങനെ മാറി, 35 mm റേഷ്യോ മാറി, ചുരുങ്ങി, വലിയ വൈഡിൽ നിന്ന് മാറി. അപ്പോൾ നല്ല റെഫറൻസ് അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ആ പടം. അതുകൊണ്ട് ആ പഴയ പടത്തിന് അതേ ഫീൽ കിട്ടും. ദുൽഖറിൻ്റെ ഒരു പ്രത്യേക കഴിവ്. എനിക്കൊന്ന് അങ്ങനെ അത്രയും തമിഴിൽ ഇത്രയും നന്നായിട്ട് ഡയലോഗ് പറയുന്ന മലയാളത്തിലെ നടൻ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലരും ഉണ്ട്. പക്ഷേ ഇത്ര ക്ലീനായിട്ട് പറയുന്ന വേറെ ആരും. ദുൽഖർ പിന്നെ പഠിച്ചതൊക്കെ ചെന്നൈയിലാണല്ലോ, അതുകൊണ്ടൊക്കെയാണ്. പക്ഷേ ഇത് മാത്രമല്ല, നോക്കി ഈ സിനിമയുടെ ഏതൊക്കെ ഭാഷ ഇറങ്ങിയാലും, അതായത് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷൊക്കെ ഇറങ്ങിയാലും ഇത് മൊത്തം ഡബ് ചെയ്തിരിക്കുന്ന ദുൽഖർ ആയിരിക്കും. ഒരു സംശയമില്ല, നന്നായിട്ട് അതേ ഭാഷ ചെയ്യും. ദുൽഖറിൻ്റെ പ്രത്യേക കഴിവ്. അങ്ങനെ ചെയ്യുന്ന ആൾ മലയാളത്തിൽ ആരുമില്ല കേട്ടോ. ചെയ്യുന്നവർ കാണും, പക്ഷേ കുറച്ച് ഒക്കെ ഇത്ര പെർഫെക്ഷൻ വരത്തില്ല. ആരുടെ അമ്മോൻ മമ്മൂക്ക എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ കഴിവ്, ഏറ്റവും വലിയ കഴിവ് നമുക്കറിയാവുന്നതാണ്. ഡയലോഗ് ഡെലിവറി മലയാളത്തിൽ ഇത്ര പേസ് ഒക്കെ വെച്ച് ക്യാരക്ടറിന് വേണ്ടി മോഡുലേഷൻ ചെയ്ത് നമുക്കറിയാം. പോറ്റിയൊക്കെ കഴിഞ്ഞ ദിവസം പ്രമേയത്തിലെ പോറ്റി ഇവിടെ വരിക എന്നൊക്കെ പറഞ്ഞ സാധനത്തിൽ നമ്മൾ പറഞ്ഞാൽ ഒക്കില്ല. അദ്ദേഹം പറയുമ്പോൾ ഉണ്ടാകുന്ന ആ മോഡുലേഷൻ അത് കൊണ്ടുവരാൻ ദുൽഖറിന് പറ്റുന്നുണ്ട്. DNA, അദ്ദേഹത്തിൻ്റെ DNA അല്ലേ, സ്വാഭാവികമായിട്ടും ഉണ്ട്. എന്തായാലും ഇത് സിനിമയിലേക്ക് വന്നാൽ ഇത് സിനിമയ്ക്കുള്ളിലെ സിനിമയാണെന്ന് തോന്നുന്നു.
പെർഫോമൻസ് വൈസ് എനിക്ക് തോന്നുന്നു 20 പോലെ തന്നെ നല്ല ഗംഭീര 20 പോലെ സിനിമ എന്നല്ല അവരുടെ പെർഫോമൻസിനുള്ള സ്പേസ് ഉള്ള സ്ഥലമാണ്. പിന്നെ സിനിമയ്ക്കുള്ള സിനിമയാണ്ടിനകത്ത് രണ്ട് ഉദയനാട് താരത്തിലെ പോലെ നമ്മുടെ സംവിധായകൻ നടൻ തമ്മിലുള്ള പോട്ടി, അതായത് സംവിധായകൻ ഒന്ന് ആഗ്രഹിക്കുന്നു, നടൻ വേറൊന്ന് പറയുന്നു, അത് ചെയ്യാൻ പറഞ്ഞു, ഇതിൻ്റെ ഈഗോയ്ക്കിടെ കിടന്നുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം അത് ശരിക്കും അത് പിന്നെ അതിനകത്ത് ദുൽഖർ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഇടയ്ക്ക് വരുന്നുണ്ട്. ഇത് മിക്സർ കഥാപാത്രമായിരിക്കും, ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്, ഇടയ്ക്ക് റൊമാൻസ് വരുന്നുണ്ട്, പിന്നെ തിരിച്ചു വരുന്നുണ്ട്, അത്യാവശ്യം പെർഫോമൻസ് ചെയ്യാനുള്ളൂ. പിന്നെ സോങ് കൊള്ളാം. ആ പെൺകുട്ടി ലേഡി ആരാണ് നായിക എനിക്ക് പെട്ടെന്ന് നോക്കാം. സമുദ്രകനി, അദ്ദേഹത്തിൻ്റെ സൗണ്ട് കേട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇതൊരു കോംബോ. റാണ വലിയ റോളാണെന്ന് അറിയില്ല, പക്ഷേ അതിനകത്ത് വന്നിരുന്നുണ്ട്. ഇത് മൊത്തത്തിലൊരു സിനിമയ്ക്കുള്ള സിനിമയായതുകൊണ്ട് കുറേ സിനിമ എനിക്ക് പെട്ടെന്ന് ഓം ശാന്തിയവും ഈ പറയുന്ന നമ്മുടെ ഉദയനാട് താരവും 20 ഒക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. എന്തായാലും ഇത് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ദുൽഖറിൻ്റെ. സോങ് കൊള്ളാം, നല്ല സെറ്റ് കൊള്ളാം. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംഭവത്തിൽ ആ സംഭവം ഇടയ്ക്ക് പഴയ സാധനം കാണിക്കുന്നത് നല്ലപോലെ വർക്കാവുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നവംബർ 14 DQൻ്റെ ദുൽഖർ. നമുക്കറിയാം ദുൽഖർ ഒത്തിരി വളർന്നു പോയത്. ദുൽഖർ നമ്മൾ ഇടയ്ക്ക് ഈ കിങ് ഓഫ് കൊത്ത എന്ന സിനിമ ഇവിടുന്ന് പോയപ്പോൾ തന്നെ ആളുകൾ ചുമ്മാ ട്രോൾ ചെയ്ത് വിട്ട് ആ മനുഷ്യൻ വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ട ഇതാണ്. ചുമ്മാ ആളുകളെ വെറുതെ കുറച്ച് കാണുന്നത്. നെപ്പോക്കെ ഇടുന്ന വിളിച്ച് പണിയെടുത്തിട്ടാണ് ഇത്രയും. നല്ല ചുമ്മാ ഒരാൾ നെപ്പോക്കെട്ടായി ജനിച്ചു എന്ന് കരുതി അദ്ദേഹത്തിന് എല്ലാം അഭിനയിക്കാൻ അറിയത്തില്ലെങ്കിൽ അതിൽ ഒന്നും ചെയ്യാൻ എത്രയോ സിനിമാ നടന്മാർക്ക് മക്കളുണ്ടോ, എല്ലാവരും രക്ഷപ്പെടുന്നുണ്ടോ? ഇല്ല. ഇത് കുറച്ച് പേരുണ്ട്, പക്ഷെ നമ്മുടെ മലയാളത്തിൽ ആ സംഭവം കുറച്ചുകൂടെ മര്യാദയ്ക്കാണ് പോകുന്നത്. കാരണം ഇവൻ എന്നെ ആക്കാരുടെ മക്കളൊക്കെയാണ് അവരുടെ സ്പേസ് കണ്ടെത്തി അവർ തന്നെ വഴി തെളിച്ച് പോവാണ്. കുറച്ച് പ്രിഫറൻസ് കിട്ടിക്കാണ് ആദ്യമൊക്കെ നാച്ചുറലി. പക്ഷെ പണി അറിയത്തില്ലെങ്കിൽ എന്ത് നെപ്പോ ഒരു കുന്തവും ഇല്ല, നടക്കത്തില്ല. എന്തായാലും ഇത് ദുൽഖറിനെ അങ്ങനെ ഇപ്പം അടുത്ത മലയാളം പടം ഐ ആം ഗെയിം എന്നൊരു പടമാണ് വരാൻ പോകുന്നത്. അതും മലയാളത്തിലാണ് ആഫ്റ്റർ എ ലോങ് ടൈം. അത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ബട്ട് ദിസ് വിൽ ഗോണ ബ്ലാസ്റ്റ് ഇൻ തിയേറ്റേഴ്സ്. പക്ഷേ ഇതൊരു ക്ലാസിക് ആണെന്ന് തോന്നുന്നു. ഒരു മിക്സഡ് കൈൻഡ് ഓഫ് സംഭവമാണെന്ന് തോന്നുന്നു. ഡ്രാമ വൈസും ഒക്കെ ഇത് ഭയങ്കര ഒരു വിഷ്വലി കണ്ടിരിക്കേണ്ട ദുൽഖറിൻ്റെ സമുദ്രകനിയുടെയൊക്കെ അപാര പെർഫോമൻസ് ഉള്ള നല്ല സിനിമയാകാനാണ് സാധ്യത. നവംബർ 14 തിയേറ്ററിൽ പോയിട്ട് റിവ്യൂ പറയാം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ദുൽഖറിൻ്റെ പെർഫോമൻസിനെ കുറിച്ച്, ദുൽഖറിൻ്റെ വളർച്ചയെക്കുറിച്ചും ഈ കാന്ത എന്ന സിനിമയുടെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷനെ കുറിച്ച് നിങ്ങൾ ഒന്ന് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ സന്തോഷം. ബൈ.